അഗസ്ത്യൻ പറഞ്ഞു, ശത്രുവായിരുന്നാലും അവനിൽ ശിവഭക്ത ലക്ഷണങ്ങളെ കണ്ടാൽ ആ ശിവഭക്തനിൽ ശത്രു ചെയ്ത അപരാധത്തിന് തന്റെ ദേഹത്യാഗം ചെയ്യുന്നവനിൽ ശംഭു ഏറ്റവും പ്രസാദിക്കുന്നു. ശിവഭക്തന്മാരെ ദ്വേഷിക്കാത്തവരിലും ശംഭു പ്രസാദിക്കുന്നു. ശിവനെ പൂജിക്കുന്നത് പോലെ ശിവഭക്തന്മാരെ പൂജിക്കുന്നവർക്ക് പാപങ്ങൾ നശിച്ച് പുണ്യസമൂഹങ്ങൾ വർദ്ധിക്കുന്നു. മനുഷ്യൻ ശിവഭക്തന്മാരെ അവമാനിക്കുന്നതുകൊണ്ട് ശിവദ്രോഹിയായി ഭവിക്കുന്നു. ശിവഭക്തന്മാരുടെ പ്രസാദത്താൽ ശിവപ്രസാദം ലഭിക്കുകയും ചെയ്യുന്നു. ശിവഭക്തന്മാരുടെ ലക്ഷണം ഭസ്മരുദ്രാക്ഷ ധാരണവും ശ്രീരുദ്രജപം, പഞ്ചാക്ഷര ജപം ഇത്യാദികളുമാകുന്നു. വിശേഷിച്ച് ഭക്തന്റെ മുഖ്യമായ ലക്ഷണം ഭസ്മധാരണം എന്നാണ് മഹാന്മാർ പറയുന്നത്. കുലശ്രേഷ്ഠനായ ബ്രാഹ്മണന് വേദാധ്യയനം എന്നതുപോലെ ഭക്തന്റെ ഭസ്മധാരണം അവശ്യം കർത്തവ്യമാകുന്നു. അഗ്നിഹോത്രത്തിൽ നിന്നെടുക്കുന്ന ഭസ്മം ആരുടെ നെറ്റിയിൽ ധരിച്ചിരിക്കുന്നുവോ അവനെ കണ്ടാൽ യമരാജൻ ദൂരെ പോകുന്നു. പഞ്ചാക്ഷര മന്ത്രത്തെ ജപിച്ചിട്ട് ഉള്ള ഭസ്മത്തെ കുറച്ചെങ്കിലും ധരിക്കുന്നത് പഞ്ചമഹാപാതകങ്ങളാകുന്ന പഞ്ഞികൾക്ക് കാട്ടുതീയാകുന്നു. ഭസ്മം ഭൂത പ്രേത പിശാച നിവാരണവും സർപ്പ വൃശ്ചിക വിഷനാശവുമാണ്. ആയുസ്, ആരോഗ്യം, സൗഭാഗ്യം, സുഖം, ഭാഗ്യം, ഐശ്വര്യം ഇവകളെ കൊടുക്കുന്നതുമാണ്. ശുദ്ധമായ ഭസ്മം തന്നെ ജനനക്ലേശത്തെ നശിപ്പിക്കുന്നതാണ്. അത് പഞ്ചാക്ഷര മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ധരിക്കുന്നതായാൽ മോക്ഷത്തെയും ദാനം ചെയ്യും. ഭസ്മം ധരിച്ചവനെ കണ്ടാൽ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവനെ മഹേശ്വരൻ പ്രസന്നനായിട്ട് ജനന ദുഃഖത്തെ നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഭസ്മ മാഹാത്മ്യത്തെ ഋഷികൾ ചോദിച്ചു. ഹേ കുംഭസംഭവ, അജ്ഞാനികൾക്കു കൂടി ഭസ്മധാരണ മാത്രത്താൽ മഹേശ്വരൻ എങ്ങനെയാണ് പ്രസാദിക്കുന്നത്? അത് ഏറ്റവും ആശ്ചര്യകരമായിരിക്കുന്നു. അത് ഞങ്ങളോട് പറയുക. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, പണ്ടുള്ള ബ്രഹ്മവാദികളാൽ പറയപ്പെട്ടതായ ഏനാധിനാഥ ഭക്തന്റെ ചരിത്രത്തെ ഇവിടെ പറയാം. തെക്കേ ദിക്കിൽ ശാംബരം എന്നു പേരായ ഒരു നഗരമുണ്ട്. അവിടെ ഏനാധിനാഥൻ എന്നു പേരായ ഒരു ശിവഭക്തനുണ്ടായിരുന്നു. അവൻ ശിവനെ പോലെ തന്നെ ഒട്ടും ഭേദം കൂടാതെ ശിവഭക്തന്മാരെയും പൂജിക്കും. തന്റെ പ്രാണദ്രോഹികളായിരുന്നാൽ പോലും ഭസ്മരുദ്രാക്ഷധാരികളെ കണ്ടാൽ അവൻ നമസ്കരിക്കും. അവർക്ക് അഭീഷ്ടത്തെയും കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഏനാദിനാഥന്റെ സർവ്വവിധികളിലും വൈദഗ്ധ്യമുണ്ടായി. വിശേഷിച്ച് ശസ്ത്രത്തിലും ശാസ്ത്രത്തിലും അതിവൈദഗ്ധ്യമുണ്ടായി. സർവായുധങ്ങളെയും പ്രയോഗിക്കുന്നതിൽ ആ ഏനാദിനാഥനെ പോലെ മറ്റൊരുത്തനും സാമർഥ്യമുണ്ടായിരുന്നില്ല. അക്കാലത്ത് ആ ദിക്കിലും അന്യദിക്കുകളിലുമായി ഉണ്ടായിരുന്ന പ്രസിദ്ധന്മാരായ ശൂരന്മാരെ എല്ലാവരുടെയും ആചാര്യനുമായിരുന്നു അയാൾ. ആ നഗരത്തിൽ തന്നെ ഏനാദിനാഥന്റെ ജാതിയായി അതിശൂരൻ എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ താനാണ് വീരനെന്ന് നടിച്ച് ചില ദുരഭിമാനികളുടെ ആചാര്യസ്ഥാനം വഹിച്ചുകൊണ്ട് കുറുക്കൻ സിംഹത്തോട് സ്പർദ്ധിക്കുന്നത് പോലെ ഏനാദിനാഥനോട് എപ്പോഴും സ്പർദ്ധിച്ചുകൊണ്ടിരുന്നു. ഏനാദിനാഥൻ എന്നോട് തുല്യനല്ലെന്ന് അവൻ എപ്പോഴും ഘോഷിച്ചുകൊണ്ട് നടക്കും. ഇങ്ങനെ പല ദിക്കിൽ നിന്നും കേട്ടിട്ടും ഏനാദിനാഥന് കോപമുണ്ടായില്ല. തവള ശബ്ദിക്കുന്നത് കേട്ട് മേഘം കോപിക്കാറില്ലല്ലോ. ഏനാദിനാഥന്റെ ശിഷ്യന്മാർ അതിശൂരന്റെ സ്പർദ്ധയെ സഹിക്കാൻ കഴിയാതെ അവനോട് യുദ്ധത്തിനുള്ള ഉദ്യമം ചെയ്തു. ഏനാദിനാഥൻ അതറിഞ്ഞ് ക്ഷമയോടെ അവരെ സമാധാനിപ്പിച്ചു. എന്നോട് യുദ്ധം ചെയ്യാൻ സമർത്ഥനല്ലാത്തതുകൊണ്ടാണ് ശിഷ്യന്മാരെ സമാധാനിപ്പിച്ചതെന്ന് അതിശൂരൻ പിന്നെയും സ്പർദ്ധാവാക്കുകളെ പറഞ്ഞു. അതും ശിവഭക്തനായ ഏനാദിനാഥൻ ക്ഷമിച്ചു. ഇങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം അതിശൂരൻ ദുഷ്ടന്മാരാൽ ഉത്സാഹിപ്പിക്കപ്പെട്ടവനായിട്ട് കുറെ ജനങ്ങളോടുകൂടി ഏനാദിനാഥന്റെ പടിക്കൽ വന്ന് പറഞ്ഞു, ഹേ ഏനാദിനാഥ, നീ ശൂരനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുക, അതല്ലെങ്കിൽ എന്റെ കാൽക്കൽ നമസ്കരിക്കുക. ഇങ്ങനെ കർണപരുഷമായ വാക്കുകേട്ട് ഏനാദിനാഥൻ ചിരിച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ആയുധങ്ങളെല്ലാം എടുക്കുവിൻ, യുദ്ധത്തിനായി പുറത്തേക്ക് പോവുക. അത് കേട്ട് ശിഷ്യന്മാർ, യുദ്ധം നാളെ രാവിലെ ആവാം, ഇപ്പോൾ മധ്യസ്ഥന്മാർ ഇല്ല എന്ന് പറഞ്ഞു. അതുപ്രകാരം പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും ആയുധങ്ങൾ ധരിച്ച് ശിഷ്യന്മാരോടുകൂടി യുദ്ധത്തിനൊരുങ്ങി വന്നു. ആ നഗരവാസികളെല്ലാം യുദ്ധത്തിന് സാക്ഷികളായി വന്നു. വാദ്യഘോഷങ്ങളും സിംഹനാദങ്ങളും സ്വർഗലോകത്തോളം എത്തി. വീരന്മാരെല്ലാം കാണുക അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. അവർ ആ യുദ്ധങ്ങളാൽ അലങ്കൃതന്മാരായിട്ട് പല മാർഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് തങ്ങളുടെ ശിക്ഷാബലത്തെ കാണിച്ചു. പലവിധ ആയുധങ്ങളും പ്രയോഗിച്ചു. ഇങ്ങനെ യുദ്ധം ചെയ്ത് നേരം മധ്യാഹ്നമായപ്പോൾ അതിശൂരൻ ദേഹമെല്ലാം വിയർത്ത് ക്ഷീണിച്ചു. വാളും പരിചയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന അതിശൂരനെ സിംഹം ഗജത്തെ പിടിക്കുന്നത് പോലെ ഏനാദിനാഥൻ പിടിച്ചു. ദയയാൽ അവനെ കൊന്നില്ല.
അപ്പോൾ അതിശൂരൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വളരെ ശ്രാന്തനായിരിക്കുന്നു. നാളെ നിന്നെ ജയിച്ചു കൊള്ളാം. ഇപ്പോൾ എന്നെ വിടണം. അത് കേട്ട് ഏനാധിനാഥൻ ഹതപ്രായനായ അവനെ വിട്ടു. അതിശൂരൻ ചിന്താകുലനായി ഗൃഹത്തിലേക്ക് പോയി. നേരം പുലർന്നാൽ യുദ്ധമുണ്ടാകും. അതിൽ ഏനാധിനാഥൻ എന്നെ ജയിച്ച് ശാശ്വത കീർത്തിയെ സമ്പാദിക്കും. കഷ്ടം, ഞാൻ വെറുതെ മൂർഖന്മാരുടെ വാക്കുകേട്ട് ഏനാധിനാഥനോട് സ്പർദ്ധിച്ചുവല്ലോ. പ്രബലനോട് അപരാധം ചെയ്തതിനാൽ പ്രാണസംശയത്തിൽ അകപ്പെട്ടു. ഏനാധിനാഥനെ ആയുധത്തോടുകൂടി യുദ്ധത്തിൽ കാണുമ്പോൾ ആനയോട് ക്രോധിക്കുന്ന സിംഹത്തെപ്പോലെ ഇരിക്കുന്നു. ഞാൻ നാളെ രാവിലെ ജൃംഭണം ചെയ്യുന്ന വ്യാഘ്രത്തിന്റെ മുഖം പോലെ ക്രോധത്താൽ വിറയ്ക്കുന്ന അധരങ്ങളോടുകൂടിയ ഏനാധിനാഥന്റെ മുഖത്തെ എങ്ങനെ നോക്കട്ടെ? ഇനിയും യുദ്ധം ചെയ്താൽ ഞാൻ യമപുരത്തിലേക്ക് പോകേണ്ടിവരും. എന്റെ കാൽക്കൽ നമസ്കരിക്കുവാൻ ഞാൻ അവനോട് പറഞ്ഞിട്ട് അവന്റെ കാൽക്കൽ വീഴുന്നതെങ്ങനെയാണ്? എന്റെ പ്രാണരക്ഷയ്ക്ക് യാതൊരു ഉപായത്തെയും കാണുന്നില്ല. അവനെ നമസ്കരിച്ചല്ലാതെ അവൻ എന്നെ വിടുകയുമില്ല. രാത്രി ആരും കാണാതെ പോകുന്നതും ഉചിതമല്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിശൂരന് പ്രാണരക്ഷണത്തിന് ഒരു ഉപായം തോന്നി. എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് നിശ്ചയിച്ച് അതിശൂരൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നെറ്റിയിൽ ഭസ്മത്താൽ ത്രിപുണ്ഡ്രം ധരിച്ച് കഴുത്തിൽ രുദ്രാക്ഷമാലയെ ധരിച്ച് വാളും പരിചയമെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. ഏനാധിനാഥനും അതിശൂരനും വന്തികൾ സ്തുതിക്കുന്നത് കേട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. ചന്ദ്രനെ നക്ഷത്രങ്ങൾ അനുഗമിക്കുന്നത് പോലെ ശിഷ്യന്മാർ ഏനാധിനാഥനെ അനുഗമിച്ചു. അവർ രണ്ടാളും തമ്മിൽ മത്തഗജങ്ങളെന്ന പോലെ കീർത്തിയെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും കാണുക യുദ്ധം തുടങ്ങി. ഏനാധിനാഥൻ കയ്യിലുള്ള വാളുകൊണ്ട് അതിശൂരനെ വെട്ടി. അതിശൂരൻ തന്റെ പരിച കൊണ്ട് ആ വെട്ടിനെ തടുത്തു. അതിശൂരന്റെ പരിചയിൽ തറച്ചിരിക്കുന്ന തന്റെ വാളിനെ വലിച്ചെടുക്കുമ്പോൾ ഏനാധിനാഥൻ അതിശൂരന്റെ മുഖത്തേക്ക് നോക്കി. അതിശൂരന്റെ നെറ്റിയിൽ ഭസ്മം കണ്ട് സംഭ്രമചിത്തനായി ഭവിച്ചു. ശിവദ്രോഹ ഭയത്താൽ കലശലായ വിചാരവുമുണ്ടായി. ദുരാത്മാവായ ഞാൻ ഒട്ടും ആലോചിക്കാതെ എങ്ങനെയാണ് ശിവദ്രോഹം ചെയ്തത്? ഭസ്മരുദ്രാക്ഷധരനായവനെ ശത്രുവായി വിളിച്ച് യുദ്ധം ചെയ്തുവല്ലോ. ശിവഭക്തനെ ദ്രോഹിച്ചതായ അപരാധത്തിന് മരണത്തിനെ ഒഴിച്ച് മറ്റൊരു പ്രായശ്ചിത്തവുമില്ല. ഞാൻ ആയുധത്തെ ത്യജിച്ചാൽ യുദ്ധത്തിൽ നിന്നും പരാങ്മുഖമായവനെ കൊന്നു എന്നുള്ള ദുർയശസ്സും പാപവും ഇവന് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ ആയുധത്തോടുകൂടി തന്നെ നിൽക്കാം. ഇവന്റെ വാൾ കൊണ്ട് എന്റെ കഴുത്തറക്കട്ടെ. പാപശുദ്ധിക്കായിട്ട് എന്റെ പ്രാണത്യാഗം ചെയ്യാം. അല്ലെങ്കിൽ 100 കോടി സംവത്സരം കൊണ്ടും എന്റെ പാപം നിവൃത്തി വരുന്നതല്ല. ഇങ്ങനെ നിശ്ചയിച്ച് വാളും പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നവനെ പോലെ നിന്നു. ഭാവജ്ഞനായ അതിശൂരൻ അറിയാത്തവനെ പോലെ വേഗം ഏനാധിനാഥന്റെ ശിരച്ഛേദം ചെയ്യുവാനായി തലയിൽ കടന്നു പിടിച്ചു. ഏതു സമയത്തും തന്റെ പ്രാണനാശത്തിൽ കൂടി ഏനാധിനാഥൻ നിർവികാരനായി നിന്നുവോ, ആ സമയത്ത് മഹേശ്വരൻ വൃഷഭാരൂഢനായി പാർവതീസമേതനായി ദേവഗണങ്ങളാലും ഭൂതഗണങ്ങളാലും സേവിതനായിട്ട് പ്രത്യക്ഷനായി കാണപ്പെട്ടു. ആ ഏനാധിനാഥന് കൈലാസവാസത്തെ കൊടുത്ത് കൂടാതെ തന്റെ ഗണാഗ്രഗണ്യസ്ഥാനത്തെയും കൊടുത്തു. ആ മഹേശ്വരൻ പ്രസന്നനായാൽ മനുഷ്യർക്ക് എന്താണ് ലഭിച്ചുകൂടാത്തത്? അതുകൊണ്ട് ആപത്ത് വന്നാലും കൂടി മഹേശ്വര പ്രീതിയെ തന്നെയാണ് സമ്പാദിക്കേണ്ടത് എന്ന് സ്കന്ദോപപുരാണത്തിൽ 21-ാം അധ്യായം.